ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ സത്യാമ്മയും രോഹിത്തിനെയും യാത്രയയക്കിന് ശേഷം ശ്യാമയെ കാണാത്തത് കൊണ്ട് വേഗം അകത്തേക്ക് കയറി ചെല്ലുന്നു. ശ്യാമ റൂമിലിരുന്ന് രോഹിത്ത് തന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ കുങ്കുമപ്പൂ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് ശാരദാമ്മ അരികിലേക്ക് എത്തി ശ്യാമയോട് ചോദിച്ചു, എന്താ മോളെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഉടനെ ശ്യാമ ശാരദാമ്മയെ കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അമ്മേ, എനിക്ക് ഇപ്പൊ സങ്കടമൊന്നും ഇല്ല അമ്മേ. ആദ്യമൊക്കെ എനിക്ക് ആകെ ഭയമായിരുന്നു. കുഞ്ഞേച്ചിയുടെ കുഞ്ഞിനെ എനിക്ക് തരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെ നടക്കും, എങ്ങനെ സാധിക്കും എന്നെല്ലാം ഓർത്ത്. പക്ഷെ ഇപ്പോ ഉണ്ടോ അമ്മേ, എനിക്ക് ആ കുഞ്ഞിനെ വേണം. ഇത് കണ്ടോ, രോഹിത്ത് എനിക്ക് കഴിക്കാനായിട്ട് കയ്യിൽ തന്നിട്ട് പോയതാ ഈ കുങ്കുമപ്പൂവ്. ദിവസവും കഴിക്കുകയാണെങ്കിൽ കുഞ്ഞിന് നല്ല കളർ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അമ്മേ, എനിക്കിനി ആ കുഞ്ഞിനെ വേണമേ. എനിക്ക് കുഞ്ഞേച്ചി തരാമെന്ന് പറഞ്ഞ കുഞ്ഞിനെ എനിക്ക് വേണം. ഇല്ലാതെ എനിക്ക് ജീവിതം ഉണ്ടാവില്ല. എന്റെ ജീവനും ജീവിതവും ഒക്കെ ആ കുഞ്ഞാണമ്മേ എന്ന് പറഞ്ഞ് ശാരദാമ്മയോട് സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ശാരദാമ്മയുടെ നെഞ്ചിലേക്ക് ചേരുന്നു ശ്യാമ. ഇത് കണ്ട് ശാരദാമ്മ മകളെ ആശ്വസിപ്പിച്ചു. മോളെ, നീ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കുമ്പോഴും മക്കളുടെ രണ്ടുപേരുടെയും ജീവിതം ഇപ്പോ ആ കുഞ്ഞിലാണല്ലോ എന്ന് വിചാരിച്ച് ശാരദാമ്മ മകളെ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് സത്യാമ്മയോടും രോഹിത്തിനോടും സത്യം പറയാത്തതിന്റെ സങ്കടവും ശ്യാമയുടെ മനസ്സിനെ അലട്ടി. പിന്നീട് വിഷ്ണു ശാലിനിയുമായി നേരെ ആ സ്കൂളിലേക്ക് എത്തി. അവിടെ വന്ന് വണ്ടി നിർത്തിയതും ഉടനെ തന്നെ വളരെ സന്തോഷത്തോടെ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, എന്തായാലും ആദ്യം നമ്മൾ വരാൻ അല്പം വൈകിയെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നാലും സമയത്തിന് മുൻപ് തന്നെ എത്തി, ആശ്വാസം എന്ന് പറഞ്ഞ് വിഷ്ണു സന്തോഷത്തോടെ ശാലിനിയോട് സംസാരിക്കുമ്പോ ശാലിനി ആകെ അസ്വസ്ഥത കാട്ടുന്നു. ഇത് കണ്ടതോടെ വിഷ്ണു ചോദിച്ചു, എടോ, തനിക്ക് എന്താ പറ്റിയത്? തനിക്ക് തലവേദനയുണ്ടോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നു വിഷ്ണു ഏട്ടാ, എനിക്ക് തല കറങ്ങുന്നത് പോലെ എന്ന് പറഞ്ഞതും, എടോ, താൻ എന്താ ഈ പറയുന്നത്? താൻ രാവിലെ ഒന്നും കഴിച്ചില്ലേ? പറയടോ, താനൊന്നും കഴിച്ചില്ലേ എന്ന് വിഷ്ണു അന്വേഷിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, ഒരു ചായ കുടിച്ചതാ വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞതും അത് കേട്ടാ വിഷ്ണു ദേഷ്യപ്പെട്ടു, ചായ? തന്നോട് ആരോടോ ചായ മാത്രം കഴിക്കാൻ പറഞ്ഞത്? ഞാനേ എന്തെങ്കിലും പോയി കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. താൻ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ടാണ്. ഇതേ വെറും എക്സാം അല്ലെന്നുള്ള കാര്യം താൻ മറന്നു പോകരുത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, സാരമില്ല വിഷ്ണു ഏട്ടാ, എക്സാം അല്ലേ, ഇന്റർവ്യൂ അല്ലേ നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, അതെ, ഇന്റർവ്യൂ അല്ല, എനിക്ക് തന്റെ ആരോഗ്യ വലുത്. താൻ എന്തായാലും ഇവിടെ ഇരിക്കെ, ഞാൻ വേഗം പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, സമയം ഇനി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ശാലിനി അവിടെ ഇരുത്തി ഭക്ഷണം വാങ്ങിക്കാനായി പോകാൻ തുടങ്ങുമ്പോ ശാലിനി പറഞ്ഞു, വേണ്ട വിഷ്ണു ഏട്ടാ, കുഴപ്പമില്ല, നമുക്ക് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, താൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നാ മതി, ഞാൻ വേഗം പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ശാലിനിയെ വണ്ടിയിലിരുത്തി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് സത്യാമ്മയും രോഹിത്തും വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ വിഷ്ണു കയ്യിൽ ഒരു പൊതിയുമായിട്ട് വഴിയിലൂടെ നടന്നു വരുന്ന കാഴ്ച സത്യാമ്മ കാണുന്നു. കാറ് വിഷ്ണുവിനെ പാസ് ചെയ്ത് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും വിഷ്ണു ആ പൊതിയുമായി മറ്റൊരു വഴിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടതോടെ സത്യാമ്മ പറഞ്ഞു, രോഹിത്തെ, വണ്ടി നിർത്തിക്കേ, ആ പോകുന്നത് വിഷ്ണു അല്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് രോഹിത്തിന് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. വിഷ്ണു ആണോ പോകുന്നതെന്ന് സത്യാമ്മയുടെ ചോദ്യം കേട്ട് വേഗം രോഹിത് ആ സൈഡിലേക്ക് നോക്കിയതും വിഷ്ണു കയ്യിലൊരു പൊതിയുമായി നടന്നു പോകുന്ന കാഴ്ച കണ്ടു. അത് കണ്ടതോടെ സത്യാമ്മ പറഞ്ഞു, രോഹിത്തെ, അവൻ എന്തോ ഹോട്ടലിൽ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നതാ, വേഗം അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം, നീ വണ്ടി ആ വഴിക്ക് തിരിച്ചേ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ രോഹിത്തെ പെട്ടെന്ന് മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, പുലിവാലാകുവോ? വിഷ്ണുപ്രായാണല്ലോ പോകുന്നത്, ഇത് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുവോ? സത്യാമ്മയാണല്ലോ പറഞ്ഞത് വണ്ടി അങ്ങോട്ട് എടുക്കാതിരിക്കാനും കഴിയില്ലല്ലോ ഈശ്വര, എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് രോഹിത് ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോ സത്യാമ്മ പറഞ്ഞു, രോഹിത്തെ, നീ പറഞ്ഞു കേട്ടില്ലേ, വിഷ്ണു പോകുന്നത് കണ്ടോ, ആ വഴിയെ വണ്ടി എടുക്ക്. ഉടനെ തന്നെ ശരി സത്യാമ്മ എന്ന് പറഞ്ഞ് രോഹിത് വേഗം വിഷ്ണു നടന്നു പോകുന്നത് കണ്ട് അതിനെ ഫോളോ ചെയ്തു. കൃത്യമായി വിഷ്ണു ആ സ്കൂളിലേക്ക് എത്തി ശാലിനിക്ക് ഭക്ഷണവുമായിട്ട് വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ശാലിനി ആ വണ്ടിയിൽ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ശാലിനി മയങ്ങിയത് കാണാതെ വിഷ്ണു അരികിലേക്ക്, തനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ് ഡോറ് തുറക്കാനായി വരുമ്പോഴാണ് സത്യാമ്മയും രോഹിത്തും കൂടി അവരുടെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന കാഴ്ച വിഷ്ണു കണ്ടത്. അപ്പോഴേക്കും ശാലിനിക്ക് ഇത് കൊടുക്കാനായി ശാലിനിയെ വിളിച്ചുണർത്തിയ അത് അതിലും വലിയ പ്രശ്നമാകുമല്ലോ എന്ന് മനസ്സിലാക്കി വിഷ്ണു വേഗം വണ്ടിക്കരികിൽ നിന്ന് വേഗം മാറി നിന്നു. സത്യാമ്മ കാർ തുറന്ന് ഇറങ്ങി വരുന്ന സമയത്ത്, ഡോറ് തുറന്ന് ഇറങ്ങി വരുന്ന നേരത്തിനുള്ളിൽ വിഷ്ണു പെട്ടെന്ന് ആ സ്കൂളിന്റെ വരാന്തയിലേക്ക് കയറി നിന്നു. ഉടനെ രോഹിത്തും സത്യാമ്മയും കൂടി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നു. സത്യാമ്മ വന്നിട്ട് ചോദിച്ചു, എടാ, നീ പറഞ്ഞത് ഹോട്ടലിൽ എന്തോ അത്യാവശ്യ ജോലി ഉണ്ടെന്നല്ലേ, എന്നിട്ട് നീ എന്താ എവിടെ വന്ന് നിൽക്കുന്നത് എന്ന് വിഷ്ണുവിനോട് സത്യാമ്മ ചോദിക്കാൻ വരുമ്പോഴേക്കും വിഷ്ണു വേഗം ചാടി കയറി അമ്മയുടെ കയ്യിൽ പിടിച്ചു. ആഹാ, അമ്മയോ? അമ്മ എന്താ അമ്മ ഇവിടെ എന്ന് ചോദിച്ചതും ഉടനെ സത്യാമ്മ ചോദിച്ചു, അത് തന്നെയല്ലേ ഞാൻ നിന്നോടും ചോദിക്കുന്നത്, നീ എന്താണ് ഇവിടെ ഹോട്ടലിൽ അത്യാവശ്യ ജോലിയാന്ന് പറഞ്ഞ് പോയിട്ട് നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു ആകെ ടെൻഷനിലായി. അയ്യോ, അത് പിന്നെ അമ്മയെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെ തപ്പിത്തടയുന്നത് കണ്ടതോടെ രോഹിത്തിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. രോഹിത്ത് വേഗം വിഷ്ണുവിനെ നോക്കി. അപ്പോഴേക്കും വിഷ്ണു
തന്റെ ജീപ്പിനുള്ളിൽ ഇരിക്കുന്ന ആളെ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. വേഗം തന്നെ ആ സൈഡ് മിററിലേക്ക് രോഹിത് നോക്കിയതും ആ ജീപ്പിലിരുന്ന് ശാലിനി മയങ്ങുന്ന കാഴ്ച രോഹിത് കണ്ടു. അത് കണ്ടതോടെ രോഹിത് ആകെ ഭയന്നു. ദൈവമേ, ഇനി എന്താ ചെയ്യുന്നത് എന്ന ആശങ്കയിൽ രോഹിത് പെട്ടെന്ന് അതിശയപ്പെട്ട് ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, എടാ നിന്നോടാ ചോദിച്ചത്, നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് വിഷ്ണുവിനോട് ചോദിക്കുമ്പോ വിഷ്ണു മറുപടി പറയാനാകെ തപ്പി. ഉടനെ തന്നെ രോഹിത് പറഞ്ഞു, ഓ വിഷ്ണു ബ്രോ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയല്ലേ, വണ്ടിക്ക് പണി കിട്ടി, അതല്ലേ പ്രശ്നം എന്ന് ഉടനെ രോഹിത് മറുപടി പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു, ആ അതെ അതെ, വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, അതുകൊണ്ട് വന്നതാണ് എന്നറിയിച്ചു. ഉടനെ തന്നെ സത്യാമ്മ ചോദിച്ചു, അല്ലടാ ഇവനോട് ചോദിച്ച ചോദ്യത്തിന് നീ ആ രോഹിത മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് പറഞ്ഞു, അല്ല സത്യാമ്മേ, ഈ വണ്ടിയുമായിട്ട് ഞാനല്ലേ അങ്ങ് അവിടെ അമ്പലത്തിലേക്ക് എത്തിയത്. അപ്പൊ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഈ വണ്ടിക്ക് എന്തോ പണിയുണ്ട് എന്ന്. കാരണം ചെറിയൊരു പ്രശ്നം അന്നേരം എനിക്ക് തോന്നി, അതാ സത്യാമ്മേ ഞാൻ ഇത്ര കൃത്യമായി പറഞ്ഞത് എന്ന് രോഹിത് അറിയിച്ചു. അത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു, ആ അതെ അമ്മേ, വണ്ടിക്ക് ചെറിയ പണിയുണ്ടായി, അതാ ഞാൻ ഇവിടെ നിന്നത് എന്നറിയിച്ചു. ഉടനെ തന്നെ സത്യാമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ വിഷ്ണു എന്ന് ചോദിച്ചതും വിഷ്ണു വേഗം ഫോൺ കയ്യിലെടുത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ രോഹിത് പറഞ്ഞു, ഫോണിന്റെ ചാർജ് തീർന്നുപോയി അല്ലേ ബ്രോ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു, ആ അതെ അതെ, ഫോണിന്റെ ചാർജ് തീർന്നതാണ് എന്ന് വേഗം രോഹിത് പറഞ്ഞത് കേട്ട് മറുപടി നൽകി. അപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, എന്നിട്ട് മെക്കാനിക്കിനെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ആ വിളിച്ചു. അത് കേട്ടതോടെ വിഷ്ണുവിന്റെ ആ മറുപടി കേട്ട് രോഹിത് ആകെ പ്രശ്നത്തിലായി. ഫോണിന് ചാർജ് ഇല്ലാതെ എങ്ങനെ വിളിച്ചെന്നുള്ള ചോദ്യം സത്യാമ്മയിൽ നിന്ന് വരുമെന്ന് ഓർത്ത് രോഹിത് ആകെ സംശയിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് സത്യാമ്മ ചോദിച്ചു, അല്ലടാ നിന്റെ ഫോണിന്റെ ചാർജ് തീർന്നോ, പിന്നെ നീ എങ്ങനെയാ വിളിച്ചത് എന്ന് ചോദിച്ചതും അതിനെന്ത് മറുപടി പറയുന്ന ഓർത്ത് വിഷ്ണു ആകെ ടെൻഷനോടെ രോഹിത്തിനെ നോക്കി. ഉടനെ രോഹിത് പറഞ്ഞു, ഓ അത് ചിലപ്പോ ഫോണിന്റെ ചാർജ് തീരുന്നതിന് മുമ്പ് വിളിച്ചതായിരിക്കും അല്ലേ ബ്രോ എന്ന് ചോദിച്ചതും അതെ അതെ അതാ ശരി എന്ന് പറഞ്ഞ് വിഷ്ണു തല ഉലുക്കി. ഉടനെ സത്യാമ്മ പറഞ്ഞു, അല്ല ഇതൊക്കെ ഇവൻ പറയേണ്ട മറുപടിയൊക്കെ നീ എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ, ഈ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു സമസ്യ തന്നെയാണല്ലോ സത്യാമ്മേ. അതല്ല ഈ വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ശരിയായി വരുമ്പോ നമ്മൾ വലിയ പിഴ കൊടുക്കേണ്ടി വരും, അതാ സത്യം എന്നൊക്കെ രോഹിത് അറിയിച്ചു. ഇത് കേട്ട ഉടനെ സത്യാമ്മ ചോദിച്ചു, എടാ രോഹിത്തെ, നിന്റെ തലയുടെ പിരി വെട്ടിയോ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് പറഞ്ഞു, സത്യാമ്മേ ഞാനൊരു സത്യം പറയട്ടെ. അപ്പോഴേക്കും വിഷ്ണു ആകെ ഭയത്തോടെ രോഹിത്തിനെ നോക്കി. എന്താ ഇവനെ പറയാൻ പോകുന്നുള്ള ആശങ്കയിൽ വിഷ്ണു നോക്കുമ്പോഴേക്കും രോഹിത് പറഞ്ഞു, സത്യാമ്മേ ഈ വണ്ടി ഉണ്ടല്ലോ, അതെ വലിയ പ്രശ്നത്തിലാണ്. അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ കുറെ കാത്തിരിക്കേണ്ടി വരും. നല്ലൊരു മെക്കാനിക്ക് തന്നെ വേണം ഇതിന്റെ പണിയെല്ലാം പൂർത്തിയാക്കാൻ എന്ന് വേഗം രോഹിത് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അതെ അതെ അതാ സത്യം എന്ന് പറഞ്ഞ് വിഷ്ണു തൽക്കാലം രോഹിത് പറഞ്ഞ കള്ളങ്ങളെയൊക്കെ അനുകൂലിച്ചു. ഉടനെ തന്നെ സത്യാമ്മ ആകെ സംശയത്തോടെ അങ്ങ് നിൽക്കുമ്പോ വേഗം രോഹിത് പറഞ്ഞു, സത്യാമ്മേ ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്, നമുക്ക് പോയേക്കാം, വാ സത്യാമ്മേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ തന്നെ വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന പൊതി സത്യാമ്മ കണ്ടു. അല്ലടാ അവിടെ നിൽക്കട്ടെ, നീ എന്ത് ഈ പൊതിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് വേഗം വിഷ്ണുവിന്റെ കയ്യിലെ പൊതി വാങ്ങിച്ച് സത്യാമ്മ മണത്തു നോക്കി. അപ്പോഴേക്കും ഉടനെ തന്നെ രോഹിത് പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ അത് വിഷ്ണു ബ്രോയ്ക്കുള്ള ഫുഡായിരിക്കും അല്ല വിഷ്ണു ബ്രോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതെ അതെ എനിക്ക് വിശക്കുന്നമ്മേ, എനിക്ക് കഴിക്കണ്ടേ എന്ന് ചോദിച്ചതും സത്യാമ്മ ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നിനക്കെന്നാ ഹോട്ടലിൽ ഇരുന്ന് കഴിച്ചുവിടായിരുന്നോടാ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു അതിനെന്ത് പറയുന്നോർത്ത് ടെൻഷനിലായി. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അതിന് കാരണക്കാരൻ ആ മെക്കാനിക്കാ സത്യാമ്മേ. ഉടനെ എന്താ ഈ രോഹിത് പറയുന്നെന്നുള്ള സംശയത്തിൽ വിഷ്ണു നോക്കുമ്പോഴേക്കും രോഹിത് പറഞ്ഞു, അതെ ഈ മെക്കാനിക്ക് ഇവിടെ വരുമ്പോ വണ്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആള് വേണ്ടേ, അതുകൊണ്ട് ഇങ്ങോട്ട് വിഷ്ണു ബ്രോ വാങ്ങിച്ചുകൊണ്ട് വന്നതാ, ഇവിടെ വന്നിരുന്ന് കഴിക്കാലോ, അപ്പോഴേക്കും മെക്കാനിക്ക് എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ പറയുകയും ചെയ്യാം അല്ലേ ബ്രോ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു, ആ അതെ അമ്മേ അതാ സത്യം, കഴിക്കുകയും ചെയ്യാലോ അതാ സത്യമേ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണുവിനോട് രോഹിത്തിന്റെ ഈ മറുപടി കേട്ട് അനുകൂലമായി വിഷ്ണു പറഞ്ഞതിനിടയിൽ സത്യാമ്മേ അത് സത്യാമ്മേ എന്ന് പറഞ്ഞതും പെട്ടെന്ന് സത്യാമ്മ എന്നുള്ള പേര് വിളിച്ചു. ഇത് കേട്ട ഉടനെ സത്യാമ്മ ചോദിച്ചു, നീ എന്താടാ പറഞ്ഞത്, സത്യാമ്മയെന്നോ? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അല്ലമ്മേ അത് സത്യമാ അമ്മ എന്ന് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞതും ഓ ശരി എനിക്കാകെ വട്ടുപിടിക്കുന്ന പോലായി. എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ വലിയ സന്തോഷമായി രോഹിത്തെ, നിന്നെ എനിക്ക് മകനായിട്ട് കിട്ടിയല്ലോ, ഇവന്റെ കാര്യങ്ങളെല്ലാം തന്നെ നിനക്കറിയാവല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയുമ്പോ സത്യാമ്മയുടെ രോഹിത് പറഞ്ഞു, എന്നാ സത്യാമ്മേ നമുക്ക് ഇവിടെ നിന്ന് പോകാം, അതാ നല്ലത്, അല്ലെങ്കിലേ അത് അതിനും വലിയ പ്രശ്നമാകും. ഉടനെ സത്യാമ്മ ചോദിച്ചു, അതെന്താടാ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ സത്യാമ്മയോട് പറഞ്ഞു, അതെ നമുക്ക് പോകാം സത്യാമ്മേ എന്ന് വീണ്ടും രോഹിത് പറയുന്നത് കേട്ട് സത്യഭാമ പറഞ്ഞു, വേണ്ട എന്തായാലും മെക്കാനിക്ക് വരട്ടെ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വലിയ ധൃതിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ
ഉടനെ വിഷ്ണുവിനെ നോക്കിയിട്ട് രോഹിത് പറഞ്ഞു, അല്ല സത്യാമ്മേ, ഇനിയിപ്പോ മെക്കാനിക്ക് വന്ന് ഇതൊക്കെ പ്രശ്നമൊക്കെ എന്താന്ന് അറിഞ്ഞു വരുമ്പോ നേരായേക്കും. ഇനി അതുമല്ല, ഇനിയും നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സത്യാമ്മ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോ മാറ്റി പറഞ്ഞാലോ എന്നെ കുറിച്ച്. കാരണം ഞാൻ വിഷ്ണുപ്രയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വരികയും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ സത്യാമ്മയുടെ ഈ അഭിപ്രായം മാറില്ലേ എന്ന് രോഹിത് ചോദിച്ചു. ഓ ശരി ശരി, എന്നാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് സത്യാമ്മ വളരെ സന്തോഷത്തോടെ, നീ വേഗം പോയി കഴിച്ചോ കേട്ടോ എന്ന് പറഞ്ഞ് സത്യാമ്മ അവിടുന്ന് പോകുന്നു. സത്യാമ്മ വേഗം കാറിൽ ചെന്ന് കയറുമ്പോഴേക്കും ശാലിനിക്ക് ബോധമുണർന്നു. ശാലിനി കണ്ണു തുറന്ന് വിഷ്ണുട്ടാ എന്ന് വിളിച്ച് ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു വേഗം ജീപ്പിന് അരികിലേക്ക് ഓടിയെത്തി. അയ്യോ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ് ഡോറ് വേഗം വിഷ്ണു തന്നെ അടച്ചു പിടിച്ചു. അപ്പോഴേക്കും സത്യാമ്മ കാറിൽ കയറി ശരി പോട്ടേടാ എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. വിഷ്ണു അമ്മയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ തന്നെ വിഷ്ണു സത്യാമ്മ പോയെന്ന് ഉറപ്പായപ്പോ ശാലിനിയോട് പറഞ്ഞു, എടോ അമ്മ വന്നിരുന്നോ എന്ന് പറഞ്ഞപ്പോ ശാലിനി വേഗം പിന്തിരിഞ്ഞു നോക്കി. സത്യാമ്മയുടെ കാർ അവിടുന്ന് പോകുന്നത് കണ്ടതോടെ ശാലിനി ആകെ ടെൻഷനായി. ഉടനെ ചോദിച്ചു, വിഷ്ണുവേട്ടാ സത്യാമ്മ കണ്ടോ എന്ന് ചോദിച്ചതും പ്രശ്നമായോ എന്നൊക്കെ ശാലിനി ആശങ്കയോടെ അന്വേഷിച്ചു. ഇല്ലടോ, ഒരു പ്രശ്നവുമില്ല, എല്ലാം ഭാഗ്യം കൊണ്ട് സോൾവ് ആയി എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിക്ക് തൽക്കാലം ആശ്വസിക്കാൻ വകയുണ്ടെന്നുള്ള രീതിയിൽ സത്യാമ്മയോർത്ത് ഇനി പേടിക്കണ്ട എന്ന് ശാലിനിയോട് വിഷ്ണു പറഞ്ഞു. ഈ സമയത്ത് രോഹിത് കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു, ആ മെക്കാനിക് ഉണ്ടായിരുന്നോണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. അത് കേട്ട ഉടനെ സത്യാമ്മ ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത്, രക്ഷപ്പെട്ടെന്നോ, എന്താ രോഹിത് നീ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ തന്നെ രോഹിത് പറഞ്ഞു, അല്ല സത്യാമ്മേ, വിഷ്ണു ബ്രോ അവിടെ വണ്ടി നന്നാക്കാനായി കാത്തു നിൽക്കുകയാണല്ലോ. മെക്കാനിക്കുമാരില്ലായിരുന്നെങ്കിൽ ഈ വണ്ടിക്കൊക്കെ വണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്തേനെ, വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വന്നാലേ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, അത് പറഞ്ഞ സത്യാമ്മ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു, രോഹിത്തെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ മെക്കാനിക് എന്നുള്ളൊരു വാക്ക് നീ ഇവിടെ മിണ്ടിയാറുണ്ടല്ലോ, ഇനി നീ മിണ്ടാതെ നീ വണ്ടി ഓടിച്ചാൽ മതി. വീട്ടിൽ ചെല്ലുന്നവരെ ഇനി ഒരു വാക്ക് നീ ശബ്ദിച്ചു പോകരുത്. രാവിലെ മുതൽ തുടങ്ങിയത് ഒരു മെക്കാനിക്ക്, മിണ്ടിപ്പോരുത് നീ എന്ന് പറഞ്ഞ് സത്യമ്മ രോഹിത്തിനെ വഴക്ക് പറയുന്നു. രോഹിത് ചിരിച്ചുകൊണ്ട് ചമ്മലോടെ കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോഴേക്കും വിഷ്ണു വേഗം ജീപ്പിലേക്ക് ചാടിക്കയറി. എന്നിട്ട് ശാലിനിയോട് പറഞ്ഞു, എടോ എന്തായാലും ഇനിയിപ്പോ ഇന്റർവ്യൂവിന് സമയമായാലോ, താനെ വേഗം ഈ ഭക്ഷണം കഴിക്കേ, ഞാനിത് തനിക്ക് വാരിത്തരാം, അല്ലെങ്കിൽ ഇനി സമയം പോയാ താൻ കൈയൊക്കെ കഴുകി വരുമ്പോഴേക്കും സമയം ലേറ്റ് ആവും, അതുകൊണ്ട് വേഗം തന്നെ താൻ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് വിഷ്ണു വളരെ സ്നേഹത്തോടെ ശാലിനിക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു. ശാലിനി അത് വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ കഴിക്കുന്നു. അങ്ങനെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, ഇതുപോലെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇനി പോകരുത് കേട്ടോ എന്ന് പറയുമ്പോ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ ഇന്റർവ്യൂവിന്റെ കാര്യവും പിന്നെ വിഷ്ണുവേട്ടനെ കാണാതായപ്പോ എന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, എടോ ഞാൻ എപ്പോഴും തന്റെ കൂടെയില്ലേ, പിന്നെ താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് ശാലിനി വിഷ്ണുവിനെ സമാധാനിപ്പിച്ചു. വിഷ്ണു ശാലിനിയെ സമാധാനിപ്പിക്കണം. അതിനുശേഷം സത്യാമ്മ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഇനി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ സത്യാമ്മ അറിയുമോ എന്ന ആശങ്ക രോഹിത്തിന്റെ മനസ്സിനെ അലട്ടി. അപ്പോഴേക്കും ശാലിനിക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇന്റർവ്യൂവിന് കയറാനായി ശാലിനി ആ ഹാളിനരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ വിഷ്ണുവും ശാലിനിക്കൊപ്പം വന്നു നിന്നു. അപ്പോഴേക്കും ശാലിനിയുടെ മനസ്സിലേക്ക് വന്നത് സത്യാമ്മയ്ക്ക് താൻ കൊടുത്ത വാക്കായിരുന്നു. തന്റെ മനസ്സിലെ കളക്ടർ എന്നുള്ള മോഹം താൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് സത്യാമ്മയ്ക്ക് വാക്ക് കൊടുത്തതോർത്ത് ശാലിനി സങ്കടപ്പെട്ടു. ഉടനെ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഞാൻ ഈ ചെയ്യുന്നത് വഞ്ചനയല്ലേ, ചതിയല്ലേ, വാക്ക് വ്യത്യാസമല്ലേ ഞാൻ ഈ കാണിക്കുന്നത്, എനിക്ക് പറ്റില്ല വിഷ്ണുവേട്ടാ, ഞാൻ പോവാ, എനിക്കിത് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു. വിഷ്ണു പെട്ടെന്ന് ശാലിനിയെ നോക്കി, എടോ താൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അതെ വിഷ്ണുവേട്ടാ, ഞാൻ സത്യാമ്മയ്ക്ക് കൊടുത്ത വാക്കല്ലേ, ഈ കളക്ടർ എന്നുള്ള ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന്, എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അത് സത്യാമ്മയോട് ഞാൻ കാണിക്കുന്ന വഞ്ചനയല്ലേ എന്ന് ചോദിച്ചു. വിഷ്ണു ശാലിനിയുടെ ആ ചോദ്യം കേട്ട് എന്ത് പറയണമെന്നറിയാൻ അങ്ങനെ അതിശയിച്ച് നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ നമുക്ക് പോകാം, എനിക്ക് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങി. ഉടനെ വിഷ്ണു ശാലിനിയെ പിടിച്ചു നിർത്തി, ശാലിനി താൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ച് വിഷ്ണു ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരു പെൺകുട്ടി അവിടേക്ക് എത്തി. ചേച്ചി എനിക്ക് എന്തെങ്കിലും തരുവോ, എനിക്ക് ഭക്ഷണം കഴിക്കാനാ, വല്ലാതെ വിശക്കുന്നു ചേച്ചി, എനിക്ക് കുറച്ച് രൂപ തരാവോ എന്ന് ചോദിച്ച് ഒരു പെൺകുട്ടി ശാലിനിയുടെ മുന്നിൽ വന്ന് കൈനീട്ടി. ശാലിനി വേഗം തന്നെ തന്റെ ബാഗ് തുറന്ന് ആ പെൺകൊച്ചിന് പണം കൊടുക്കാനായി തയ്യാറായി. ഉടനെ ശാലിനി ആ കൊച്ചിന് നേരെ തന്റെ കയ്യിലെ പണം നീട്ടിയതും വിഷ്ണു വേഗം ശാലിനിയെ തടഞ്ഞു. ശാലിനി വേണ്ട. അത് കണ്ട ഉടനെ ആ കൊച്ചാകെ വിഷമത്തോടെ നോക്കി. ഉടനെ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, ശാലിനി ഞാനാ പറയുന്നത് വേണ്ടാന്ന്. ഇത് കേട്ട ഉടനെ ശാലിനി നോക്കി, വിഷ്ണുവിന് എന്താ ഈ പറയുന്നേ, ആ കുട്ടിക്ക് വിശന്നിട്ടല്ലേ, എന്തേലും വാങ്ങിച്ച് കഴിക്കാനല്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, എടോ താൻ ഇപ്പൊ കൊടുക്കുന്ന ഈ പണം കൊണ്ട് ആ കുട്ടിക്ക് എത്ര നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും, ഒരു നേരം, 2 നേരം, അല്ലെങ്കിൽ ഒരു ദിവസം, അതിൽ കൂടുതലൊന്നും ഒരിക്കലും മുന്നോട്ട് പോവില്ലല്ലോ. ആജീവനാന്തം തന്റെ ഈ പണം കൊണ്ട് ആ കൊച്ചിന് ജീവിക്കാൻ കഴിയുമോ, തനിക്ക് എന്നും ആ കുട്ടിക്ക് ഇങ്ങനെ പണം കൊടുത്തുകൊണ്ട് സഹായിക്കാനും കഴിയുമോ, പറ്റുവോളൂ. ഈ ഒരു കുട്ടി മാത്രമല്ല,
ഈ നാട്ടിൽ ഇതിലേറെ എത്രയോ കുട്ടികൾ ഇതുപോലെ ഭക്ഷണം കഴിക്കാനില്ലാതെ വയറ് വിശന്ന് നടക്കുന്നുണ്ടെന്ന് തനിക്കറിയാമോ? താൻ ഈ നാട്ടിലുള്ള മറ്റു കുട്ടികളെയെല്ലാം തനിക്ക് ഇതുപോലെ സഹായിക്കാൻ കഴിയുമോ? താൻ വിചാരിച്ചാൽ അതിന് സാധിക്കുമോ? അതിന് പണം വേണം. അതിന് പണം മാത്രം ഉണ്ടായാൽ പോരാ, അതിനുള്ള കഴിവ് കൂടി വേണം. അതുകൊണ്ടാണ് തന്നോട് ഞാൻ ഈ പറയുന്നത്. താനിപ്പോ ഈ വേണ്ടെന്ന് വെക്കുന്നത് ഇതുപോലെയുള്ള എത്രയോ കുട്ടികളെ രക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാ താൻ ഇപ്പോ ഈ ഒരു നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെക്കുന്നത്. താൻ ഒന്ന് ചിന്തിച്ചു നോക്ക്. തന്നെ പോലെ തന്നെ ഒരച്ഛന്റെയും അമ്മയുടെയും മകളാണ് ഈ കുട്ടിയും. ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ ശാരദാമ്മയെ പോലെ ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ, ഒരു അച്ഛനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ഈ കുട്ടിക്കും വന്നു ചേരാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു അവസരം ഈ കുട്ടിക്ക് കിട്ടാതെ പോയത് കൊണ്ടാണ് ഇതുപോലെ തെരുവിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി അലഞ്ഞു തിരിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ ദയക്കായി കാത്തു നടക്കേണ്ടി വരുന്നത്. എന്നാൽ തനിക്ക് ഇങ്ങനെ ഒരു അവസരം വന്നു കിട്ടിയിട്ടും താൻ അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് അതിലെ വാസ്തവം. എന്തായാലും താൻ ഈ കുട്ടിക്ക് പണം കൊടുക്കാൻ തയ്യാറാകുമ്പോ ഒരു കാര്യം കൂടി താൻ ചിന്തിക്കണം. ഒരാളെ സഹായിക്കാൻ ഒരുങ്ങുമ്പോ മറ്റുള്ളവരെ കൂടി തനിക്ക് കഴിയുന്ന അത്രയും ആളുകളെ സഹായിക്കാനുള്ള ഒരു വഴി തന്റെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടും ആ അവസരം വിനിയോഗിക്കാതെ താൻ അത് നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് താൻ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. തന്റെ ഇഷ്ടം പോലെ താൻ ചെയ്തു. എല്ലാവർക്കും അവസരം ഇങ്ങനെ കിട്ടില്ല. ഇത് എല്ലാവർക്കും കിട്ടുന്ന അവസരവുമല്ല തന്റെ മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തനിക്ക് തന്റെ ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് വിഷ്ണു ശാലിനിയോട് ദേഷ്യപ്പെട്ടു. അത് കേട്ട ശാലിനിയുടെ മനസ്സിൽ പെട്ടെന്ന് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുദ്ദേശിച്ചാണ്, എന്താണ് വിഷ്ണുവേട്ടൻ അതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്ന് ശാലിനി മനസ്സിലാക്കി. ഉടനെ തന്നെ മുന്നിൽ ഭയന്നു നിൽക്കുന്ന ആ കൊച്ചിന് നേരെ ശാലിനി തന്റെ കയ്യിലിരുന്ന ആ പണം നീട്ടി. മോളെ ദാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ടും ആ കൊച്ചു പേടിച്ചുകൊണ്ട് ശാലിനിയെ നോക്കും. ശാലിനിയുടെ ഒപ്പം നിന്ന വിഷ്ണുവിനെയും മാറി നോക്കി. ഉടനെ തന്നെ ശാലിനി പറഞ്ഞു, പേടിക്കണ്ട, ചേട്ടൻ ഒന്നും പറയത്തില്ല, മോളിത് വാങ്ങിക്കോ. അപ്പോഴേക്കും ശാലിനിയുടെ ആ വാക്ക് കേട്ട് വിശ്വസിക്കാനാകാതെ വിഷ്ണുവിന് നേരെ ഭയത്തോടെ ആ കുട്ടി നോക്കുമ്പോ വിഷ്ണു കണ്ണുകൾ കൊണ്ട് വാങ്ങിച്ചോ. അത് കണ്ട ഉടനെ ആശ്വാസത്തിൽ ശാലിനി നീട്ടിയ ആ പണം ആ കൊച്ചു വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ശാലിനിയെ കെട്ടിപ്പിടിച്ച് ആ കുട്ടി ശാലിനിയുടെ കവിളത്ത് ഒരു ഉമ്മ കൊടുക്കുന്നു. ശാലിനി ആ ഒറ്റ ഒരു കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ശാലിനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. താൻ എന്താ ചെയ്യേണ്ടതെന്നും താൻ എന്ത് തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേരേണ്ടത് എന്നും ശാലിനിക്ക് ആ ഒരു നിമിഷം കൊണ്ട് ശാലിനിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ തന്നെ ശാലിനിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ആ കുട്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണുവേട്ടൻ പറഞ്ഞത് എന്താന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഈ ശാലിനി എന്താ ചെയ്യുന്നതെന്ന് ഞാൻ എങ്ങോട്ടും പോകാൻ തയ്യാറല്ല വിഷ്ണുവേട്ട എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു പറഞ്ഞു, വാ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് ജീപ്പിലേക്ക് കയറാമെന്ന് പറയുമ്പോ ശാലിനി പറഞ്ഞു, ഇല്ല വിഷ്ണുവേട്ട, ഈ ശാലിനി വിഷ്ണു ഇനി IAS കാരിയായിരിക്കും. ശാലിനി വിഷ്ണു IAS, അത് ഞാൻ തീർച്ചപ്പെടുത്തി എന്ന് വിഷ്ണുവിനോട് ശാലിനി പറയുമ്പോ ആ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ വിഷ്ണു ശാലിനിയെ നോക്കുന്നു.